നമസ്കാരം. ഒരു നാടിനെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം. ഒടുവിൽ എന്നാലും എന്റെ കൊച്ചേ എന്ന് പറഞ്ഞ് നാട്ടുകാർ ഒന്നടങ്കം താടിക്ക് കൈയും കൊടുത്തിരിക്കുന്ന ഒരു അവസ്ഥ. ആ ഒരു കൗതുകവും രസകരവും ഒക്കെ നിറഞ്ഞ ഒരു വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇത് ഉത്തർപ്രദേശിലെ ഔറിയയിലെ പഫൂന്ദ് എന്ന ഗ്രാമത്തിലാണ് ഈ സംഭവങ്ങൾ അരങ്ങേറുന്നത്. അവിടെ ഒരു വീട്ടില് 24 വയസ്സുള്ള ഒരു യുവതിയുണ്ട്. ആ യുവതി ഒരു സുപ്രഭാതത്തിൽ ആ യുവതിക്ക് നാഗഭക്തി അങ്ങ് വർദ്ധിക്കുകയാണ്. നാഗക്ഷേത്രങ്ങളിൽ പോകുക, നാഗവിഗ്രഹങ്ങൾ എടുത്തുകൊണ്ട് മുറിയിൽ വെക്കുക, നാഗപൂജ നടത്തുക, അങ്ങനെ എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന ഒരു രീതിയൊക്കെ ആ യുവതി കാണിക്കുകയാണ്. ഇത് കണ്ട് അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാം ശരിക്കും അത്ഭുതപ്പെട്ടു എന്ന് വേണം പറയാൻ. അവിടെയുള്ള ആ പ്രദേശവാസികളെ സംബന്ധിച്ച് അവർക്കൊരു അന്ധമായ ഭക്തിയാണ് അവർക്കുള്ളത്, അന്ധമായ ഒരു വിശ്വാസമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ യുവതിയുടെ പെട്ടെന്നുള്ള ഈ പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ അവരെല്ലാം അങ്ങ് തീരുമാനിച്ചു, നാഗദൈവങ്ങളുടെ അനുഗ്രഹം ഈ യുവതിക്ക് കിട്ടിയിരിക്കുന്നു, അതിൻ്റെയാണ് ഈ യുവതി കാണിക്കുന്നതൊക്കെ എന്നൊക്കെ അവർ പലരും പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം പതിവ് പോലെ രാത്രിയിൽ ഈ യുവതി ഉറങ്ങാനായിട്ട് കിടപ്പുറയിലേക്ക് പോകുന്നു. എന്നാൽ നേരം പുലർന്നിട്ടും ഈ യുവതിയെ മുറിക്ക് പുറത്തേക്ക് കണ്ടില്ല. തുടർന്ന് അമ്മ വന്ന് കതകിൽ മുട്ടി ഒരുപാട് വിളിച്ചു, ഉണരുന്നില്ല. ഇത് കേട്ട് അച്ഛനും വരുന്നു. കതകിൽ തട്ടി, യാതൊരു പ്രതികരണവുമില്ല. ഒടുക്കം അച്ഛൻ കതക് തള്ളി തുറന്ന് അകത്ത് കയറി നോക്കിപ്പോവും. അവര് രണ്ടുപേരും ഞെട്ടിധരിച്ചു പോയി. സംഭവം, ആ യുവതി കിടന്ന കട്ടിലിൽ യുവതിയെ കാണാനില്ല. ആ മുറിയിൽ എങ്ങും യുവതിയെ കാണാനില്ല. യുവതി അപ്രത്യക്ഷമായിരിക്കുന്നു. പിന്നീട് അവിടെ കണ്ടതോ, തലേ ദിവസം ആ യുവതി ധരിച്ചിരുന്ന വസ്ത്രം ആ കട്ടിലിൽ കിടക്കുന്നു. ഇനിയാണ് അത്ഭുതപ്പെടുന്നത്. ആ വസ്ത്രത്തിന് മുകളിൽ 5 അടി നീളമുള്ള ഒരു പാമ്പിന്റെ പടം. തീർന്നില്ല, തൊട്ടടുത്ത് ആ യുവതി ധരിച്ചിരുന്ന ആഭരണങ്ങൾ, വളപ്പൊട്ട്, സിന്ദൂരം തുടങ്ങിയവയെല്ലാം ആ കട്ടിലിൽ കിടക്കുന്നു. അച്ഛനും അമ്മയും ശരിക്കും ഞെട്ടി. അവര് മകളെ അവിടെ എല്ലാം വിളിച്ചു, യാതൊരു പ്രതികരണമില്ല. അവർ ആ മുറിയൊക്കെ നോക്കുമ്പോൾ ആ മുറിയുടെ സൈഡിൽ ഒരു പാമ്പിന്റെ മാളം കണ്ടു. അപ്പൊ മുമ്പ് ആ പാമ്പിന്റെ മാളത്തിനടുത്ത് ചില നാഗങ്ങളൊക്കെ വരുന്നതൊക്കെ ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒടുവിൽ അവര് നാട്ടുകാരെ വിളിച്ചു കൂട്ടി, മറ്റു ബന്ധുക്കളെ വിളിച്ചു കൂട്ടി. അവരെല്ലാവരും കൂടെ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു. എന്താണ് ആ തീരുമാനം? തങ്ങളുടെ മകൾ, അതായത് ആ യുവതി, നാഗകന്യകയായി മാറിയിരിക്കുന്നു. ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. പിന്നീട് കണ്ടത് ആ ഒരു ഗ്രാമത്തിലെ ആ ഒരു വീട്ടിലേക്ക് ആളുകളുടെ ഒഴുക്കാണ്. പലരും ആ മുറിയിലേക്ക് വരുന്നു, തൊഴുന്നു, കാണിക്കയർപ്പിക്കുന്നു, സാഷ്ടാംഗം വീഴുന്നു എന്നു വേണ്ട ആളുകളുടെ തിക്കും തിരക്കും. ഈ തിക്കും തിരക്കും കണ്ട് പോലീസ് വരുന്നു. പോലീസ് ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാതെ കണ്ണും തള്ളിയിരിക്കുന്നു. ഒടുവിൽ ആ നാട്ടിലെ വിദ്യാസമ്പന്നരായ കുറച്ച് ആളുകൾ അച്ഛനെയും അമ്മയും കണ്ട്, ഈ കുട്ടിയുടെ അച്ഛനെയും അമ്മയും കണ്ട് സംസാരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ അന്ധമായ വിശ്വാസം മാറ്റിവെച്ചിട്ട് പോലീസിൽ പരാതി കൊടുക്കണം. കാരണം നിങ്ങളുടെ മകളെ കാണാനില്ല, അത് ഓർമ്മ വേണം. ഒടുക്കം അച്ഛനും അമ്മയും ബന്ധുക്കളും പോലീസിൽ പരാതി നൽകി. പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. അവർ ആ മുറി മുഴുവൻ പരിശോധിച്ചു, അവരുടെ ബന്ധുക്കളുടെയൊക്കെ മൊഴിയെടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയുടെ ഫോൺ ഒന്ന് പരിശോധിച്ചു. അതായത് ഈ യുവതിയുടെ അമ്മയുടെ ഫോൺ ഒന്ന് പരിശോധിച്ചു. ആ ഫോൺ പരിശോധിച്ചപ്പോൾ അതിലൊരു നമ്പറിലേക്ക് ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിരിക്കുന്നു. ഇത് ഏതാണ് നമ്പർ എന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ഉത്തരവില്ല. കാരണം അമ്മയ്ക്ക് ആ ഒരു നമ്പർ ഏതാണെന്ന് പോലും അറിയില്ല. ഒടുക്കം പോലീസ് ആ നമ്പറിനെ കുറിച്ച് അന്വേഷിച്ചു. അവിടെയാണ് ട്വിസ്റ്റ്. സംഭവം, ഈ യുവതി നാഗകന്യയായിട്ട് മാറിയൊന്നുമല്ല. ഈ യുവതിക്ക് ആ നാട്ടിലൊരു യുവാവുമായിട്ട് പ്രണയമുണ്ടായിരുന്നു. എന്നാൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ അതിനെതിരാണ്. ആ വിവാഹം നടത്തിക്കില്ല എന്ന തീരുമാനത്തിലുമാണ്. അങ്ങനെ അവർ മറ്റൊരു വിവാഹം ഈ പെൺകുട്ടിക്ക് വേണ്ടി ആലോചിക്കുന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഇതറിഞ്ഞ യുവതി ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയാണ് താൻ നാഗകന്യകയായിട്ട് മാറി എന്ന് അച്ഛനെയും അമ്മയും ബന്ധുക്കളെയും നാട്ടുകാരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുക. അവരുടെ അന്ധമായ വിശ്വാസം മുതലെടുത്താണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് യുവതി പോയത് എന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഈ ഈ അമ്മയുടെ ഫോണിൽ കണ്ട നമ്പറിലേക്ക് പോലീസ് വിളിച്ചപ്പോഴാണ് അറിയുന്നത് ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ആ യുവാവിനെയും ആ നാട്ടിൽ കാണാനില്ല. അപ്പൊ പോലീസ് ഏറെക്കുറെ തീരുമാനിച്ചു സംഭവം ഇതൊക്കെ തന്നെയാണെന്ന്. അവരന്വേഷണം ആരംഭിച്ചു. അവിടെ തടിച്ചുകൂടിയ ആളുകളെയൊക്കെ പിരിച്ചുവിട്ടു. ഇങ്ങനൊരു സംഭവമില്ല, ആ യുവതി നാഗകന്യയായിട്ട് മാറിയതല്ല, ആ കുട്ടിക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു. ആ കാമുകനുമായിട്ട് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ആ യുവതി ചെയ്ത ഒരു ഒരു പദ്ധതിയാണ് ഇത്. അതിന് നാട്ടുകാരെയും ബന്ധുക്കളെ അച്ഛനെയും അമ്മയൊക്കെ പറ്റിക്കുകയായിരുന്നു, അല്ലെങ്കിൽ കബളിപ്പിക്കുകയായിരുന്നു ആ യുവതിയുടെ ലക്ഷ്യം. അതുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പറയുന്നു. അങ്ങനെ നാട്ടുകാര് ഒന്നടങ്കം പിരിഞ്ഞുപോയി. പോലീസിന്റെ ഈ ഒരു കണ്ടെത്തൽ അറിഞ്ഞ് നാട്ടുകാർ താടിക്ക് കൈയും കൊടുത്തിരിക്കുന്ന ഒരു അവസ്ഥയുമായി.
എന്തായാലും ആ യുവാവിനെയും യുവതിയെയും പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇടയ്ക്കൊരു CCTV ദൃശ്യം കിട്ടിയെന്നാണ് അറിയുന്നത്. അതിനകത്ത് ഒരു യുവാവിനൊപ്പം ബൈക്കിൽ യുവതി പോകുന്നതായിട്ടുള്ള ദൃശ്യം കിട്ടിയെന്നാണ് പറയുന്നത്. എന്തായാലും നാട്ടുകാരെയും സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളെ വരെ ഈ വീട്ടിലേക്ക് എത്തിച്ച ഒരു സംഭവം. ഒടുക്കം പോലീസ് എത്തി യുവതിയുടെ ഈ ഒരു നാടകം പൊളിക്കുന്നിടം വരെ നാട്ടുകാരുടെ ഒഴുക്കായിരുന്നു ഈ വീട്ടിലേക്ക്. എന്തായാലും ഒടുവിൽ എന്നാലും എന്റെ കൊച്ചെ എന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ ഒന്നടങ്കം താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്ന ഒരു അവസ്ഥയുമായി. എന്നാലും ഇത് ഒരു വല്ലാത്ത സംഭവമായിപ്പോയി.